ഒന്നുമില്ല. എന്റെ ഒന്നുമില്ല. ചൂട് 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 പാലക്കാടൻ ചൂട്. ഞാൻ തന്നു. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് വയ്യായികകളൊക്കെ ഉണ്ടായി. നല്ല ചുമ പിടിച്ച് ഫുൾ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും ശരിയായി വരണേ ഉള്ളൂ. എന്തായാലും ഇന്ന് നമ്മുടെ നാട്ടിലെ പൂരമാണ്. അതായത് ചാത്തൻ അതെന്തിനാന്ന് ചമ്മിപ്പോയി, സാരില്ല. അപ്പൊ ഫ്രണ്ട് സീറ്റിൽ തേസേട്ടൻ ഇരിക്കുന്നു, അമ്മമ്മ ഇരിക്കുന്നു. തേസേട്ടൻ, ആർ യു എക്സൈറ്റഡ് ഫോർ ടുഡേസ് പൂരം? ആർ യു എക്സൈറ്റഡ് ഫോർ ടുഡേസ് പൂരം? ആർ യു എക്സൈറ്റഡ്? അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ഇന്ന്. അവിടെ എലഞ്ഞിത്തറ മേള പ്രമാണികൾ നടത്തുന്ന സ്പെഷ്യൽ പഞ്ചാരി മേള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുകുറ്റൊക്കെ ക്ഷമിക്കണം. എന്തായാലും കൊട്ടുണ്ട്. അപ്പൊ കൊട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. ദീപോട്ടന്റെ ഒക്കെ സ്പെഷ്യലാണ്. ദീപോട്ടന്റെ ചീത്ത കേട്ടോണ്ടിരിക്കും. ഞങ്ങൾ എത്താൻ ലേറ്റ് ആയി. എന്തായാലും കാരണം അവിടെ അമ്പലം അവനവന്റെ ഇത് പറഞ്ഞ ജീവനാണ്. അതിനാണ് അങ്ങോട്ട് ഒരുങ്ങും മൂപ്പര്. അല്ല, തേസേട്ടന്റെ നാട്ടിൽ അത്ര ഗംഭീര പോരൊന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആൻഡ് വെരി എന്താ പറയാ ഫാമിലി ഫ്രണ്ട്ലി പൂരാണ്. എന്താ ആ, അതൊക്കെ ഭയങ്കര തിരക്കുള്ളതല്ലേ. ഇത് പിന്നെ കുഞ്ഞു പൂരാണ്. നമുക്ക് വളരെ വീട്ടുകാരോടുകൂടി ഈ ഫാമിലി മൂവി എന്നൊക്കെ പറയണ പോലെ വീട്ടുകാര് കുട്ടികളൊക്കെ കൂട്ടി പോകാൻ പറ്റിയ പൂരാണ്. അങ്ങനെ അധികം തിരക്കൊന്നുമില്ല. അല്ല, പൂരം കണ്ടിട്ടില്ല, കഴിഞ്ഞിട്ട് അഭിപ്രായം ചോദിക്കാം. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ രാത്രി കാളേനൊക്കെ കാണാൻ പോയി നമ്മള്. അത് നന്നായിരുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റിംഗ്. ഓക്കെ. ചൂട് 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 പാലക്കാടൻ ചൂട്. ഞങ്ങളൊന്ന് ബാത്റൂം ബ്രേക്ക് എടുക്കാൻ വേണ്ടി വീട്ടിൽ പോവാണ്. ഇവിടെ തൊട്ടടുത്തായോണ്ട് കുഴപ്പമില്ല. നല്ല ചൂടുണ്ട്. വെട്ടി പൊളയുന്ന വെയില്. കത്തിപ്പൊരിയുന്ന മേളം. അടിപൊളിയല്ലേ മേളം? പക്ഷെ ചൂടും കൂടി ഇല്ലായിരുന്നെങ്കിൽ നൈസായനെ. വിന്ററിലോ മറ്റേ ദീപോട്ട ചെണ്ടെടുത്തിട്ട് വരുന്നോ. നമ്മുടെ പുതൻ റെഡി ആയിട്ടുണ്ട്. മുരളിയാമ്മയ്ക്കോ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറും. How do you feel? How do you feel?
I feel heat. ഹീറ്റ് അല്ല, പൂരത്തിന്റെ ഒരു ആദ്യത്തെ ഒരു 20% എങ്ങനെയുണ്ട്? പ്രഡിക്റ്റബിൾ ആയിരുന്നു വളരെ. റിവ്യൂ പറഞ്ഞു സെക്കൻഡ് ഹാഫ് വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും അങ്ങോട്ട് പ്രഡിക്റ്റബിൾ ആവും. സെക്കൻഡ് ഹാഫിൽ 5 മിനിറ്റ് പ്രഡിക്റ്റബിൾ ആയിരുന്നു, സ്ഥിരം കൊട്ട് തന്നെ. പിന്നെ ഓഡിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് രസമായിരുന്നു. ഓഡിയൻസ് ഒന്നും ഇല്ല. ഇപ്രാവശ്യം ഫാമിലിയില് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയാ, 10 കൊല്ലമായിട്ട് എൻ്റെ മുത്തശ്ശൻ്റെ പെങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അവർക്കും ഒരു ഭാഗ്യം, കാരണം 10 കൊല്ലമായിട്ട് അവർ ഇതാവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കൊല്ലത്തൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് റെഡി ആവലും, പിന്നെ ഇവിടെ നിന്ന് കളിച്ച് ഫുൾ ആൾക്കാരൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കുറവാണ്. അതുകൊണ്ട് അപ്പം അങ്ങനെ എന്തായാലും അവിടെ പവിത്ര ദീപോടിൻ്റെ വീട്ടിൽ പൂജന്തറ കളിക്കാൻ വേണ്ടിണ്ടാവും. അപ്പം ഞാൻ ചൂടായിട്ട് ചേച്ചടാ ആദ്യമായിട്ടല്ലേ കാണുന്നത്? അമ്മ തന്നു, ദേശേട്ടനും തന്നു. ഞാൻ എൻ്റെ ഒന്നുമില്ല, എൻ്റെ ഒന്നുമില്ല. എൻ്റെ ഇവരെടുത്തു, നോക്ക്, എൻ്റെ അവരെടുത്തിട്ട് കൊടുത്തു. 3 പേർക്കും കൂടെ മയിലായിട്ടുള്ള പുള്ളി. അത് പൂതന. ദേശേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പൂതൻ എന്ന് പറഞ്ഞു? വളരെ നല്ലായിരുന്നു, കൊള്ളായിരുന്നു. എന്താ കണ്ണ് തുടച്ചിട്ട് പറയുന്നത്? ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മുടെ ഒരു 40% ഫെസ്റ്റിവൽ വൈബായി. ഫെസ്റ്റിവൽ വൈബ്. മയിലെങ്ങനെ നിന്ന്? മയില് വണ്ടിയിൽ പോസ്റ്റിൽ വിട്ടിട്ട് ഇങ്ങനെ മയിലല്ല പൂതൻ. ഇതെന്താ മോർത്തറിന്?
സൺസ്ക്രീൻ കുറച്ചും കൂടി ആവായിരുന്നു. ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്താ ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോ നോട്ട് ഇട്ടോളൂ. എല്ലാരും നോക്കി. ഡിസ്ക്രിമിനേഷൻ ആണ്. ഞാനിരുന്ന പന്തിയിൽ ഇത്രയും ഐറ്റം ഉണ്ടായിരുന്നില്ല. ചില ഐറ്റംസ് നിനക്ക് തരാൻ പാടാത്തതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയത്. എന്താ കുറച്ചേ ഉള്ളൂ, ഞാൻ അധികം കഴിച്ചാൽ ശരി. ഗോയൊക്കെ നമ്മുടെ വീട് നാട്ടിൽ കൂടെ വെറുതെ നടക്കണം. സൂരാജ് ഞമ്മോട് കുറച്ച് അറ്റത്ത് പോയി. ആ അപ്പൊ ഫ്രെയിമിലുണ്ട്. ഓക്കെ, സ്മൈൽ. എല്ലാരും സ്മൈൽ. അന്ന് ഒരാളെടുത്തു.
അങ്ങനെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. വൈൻഡപ്പ് ചെറുതായിട്ട് എടുക്കാൻ വിട്ടുപോയി. പിന്നെ നെക്സ്റ്റ് ഡേ ആർക്കും അതിനുള്ളൊരു എനർജി ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ചൂടാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ. 41 ഡിഗ്രി ആയിരുന്നു ഈ പൂരം ദിവസമൊക്കെ. അപ്പോൾ ഒരുവിധം എല്ലാവരും ഫ്ലാറ്റ് ആയിരുന്നു. സോ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഉടനെ തന്നെ ഇനി വിഷുവൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. അടുത്ത വ്ളോഗ് ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.